ഗോഡ് ബ്ലസ് ടു ഓൾ. എല്ലാ ആത്മീയ വിശ്വാസികളും മക്കൾക്കും നമ്മുടെ ഈ നോയമ്പ് കാലത്ത് നമസ്കാരം. എല്ലാ വിശ്വാസികളും ഇത് നമ്മുടെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനെപ്പറ്റി നമുക്ക് ചിന്തനം മനനം ചെയ്യണം. ഒന്നാമത് മത്തിയുടെ സുവിശേഷം 15 അധ്യായം 21 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 15 അധ്യായം 21 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങൾ. ഇതിലിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് യേശുക്രിസ്തു ഗലീലും ഇസ്രായേലിൽ നിന്ന് കൂടെ വെളിയിൽ പോയിരുന്ന സമയത്ത് അവർ സൂറും സിദോൻ എന്ന് പറയുന്ന സ്ഥലത്തൂടെ പോകുന്ന സമയത്ത് ഒരു കനാനി സ്ത്രീ ഒച്ചത്തിൽ വാവച്ച് പറയുന്നു, എൻ്റെ ദാവൂദ് വംശത്തിൻ്റെ രാജാവേ, നീ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുക, എൻ്റെ കുഞ്ഞിനെ പ്രേതങ്ങൾ ഭൂതങ്ങൾ ആക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ രക്ഷപ്പെടുത്തുകയെന്ന് പറഞ്ഞു. അപ്പോൾ ആ യേശുക്രിസ്തു അവിടെ നിന്ന് മിണ്ടാതെ പൊക്കോണ്ടിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് പറഞ്ഞു, ആ സ്ത്രീ ഉണ്ടല്ലോ പിന്നാലെ വരുന്നുണ്ട്, അദ്ദേഹത്തിന് എന്തോ പ്രയാസമുള്ള ഘട്ടമാണ്. അപ്പോൾ ആ സ്ത്രീ മുൻപിൽ വന്ന് യേശുക്രിസ്തുവിനോട് പറയുന്നു, കൈകൂപ്പി താണു വീണ്ടും പറയുന്നു, യേശുവേ, നീ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം, എൻ്റെ കുഞ്ഞിന് ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഭൂതപ്രേതാദികൾ പിശാചിക ശക്തികൾ ആക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എന്നെ രക്ഷപ്പെടുത്തണം. അപ്പോൾ യേശുക്രിസ്തു അവരോട് പറയുന്നു, നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ റൊട്ടി പട്ടിക്കിട്ട് കൊടുക്കത്തില്ല ആരും എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് അപ്പോൾ സ്ത്രീ പറയുന്ന വിശ്വാസം ഇങ്ങനെയാണ്, എൻ്റെ പ്രഭുവേ, നീ പട്ടികളും കഴിച്ചുകൊണ്ടിരിക്കുന്ന മേശയുടെ മേളിൽ കൂടെ താഴെ വീഴുന്ന റൊട്ടിയും അത് കഴിക്കും. ഞാൻ അതുപോലാണ്. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം നിന്നിലുണ്ട്, എനിക്ക് അങ്ങനെയുള്ള റൊട്ടി മാത്രം മതി എന്ന് ആ വിശ്വാസം. അപ്പോൾ അത്ര താഴ്മയോടുകൂടി ആ ഉറച്ച വിശ്വാസം ആ സ്ത്രീയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പറയുന്നു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസമാണ് ഏറ്റവും വലുത്. ആ വിശ്വാസം വലുതാവുന്നത് കൊണ്ട് നീ ഉണ്ടല്ലോ നിൻ്റെ കുഞ്ഞിനെ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊച്ച് സൗഖ്യം പ്രാപിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 30-31 പദത്തിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത്, വേർഡ്സിൽ കാണുന്നത്, ഒത്തിരി മുടന്തന്മാരും അന്ധന്മാരും ഗൂംഗന്മാരും ഊമകളും രോഗികളും എല്ലാം യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ഗലീലിൻ്റെ പർവ്വതത്തിൻ്റെ മേളിൽ ഇരിക്കുമ്പോൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് അവർ സൗഖ്യം പ്രാപിക്കുന്നു. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് വെച്ചാൽ വിശ്വാസത്തെ എത്രമാത്രം ഉറച്ചതാണോ അത്രമാത്രം സൗഖ്യം കിട്ടുമെന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. ഇബ്രാനിയുടെ പുസ്തകം ലേഖനത്തിൽ 11 അധ്യായം 6 വിശുദ്ധത്തിൽ പറയുന്നത് എന്തുവാ, വെറും ഒരു വിശ്വാസമില്ലാതെ യഹോവയെ കണ്ടുകിട്ടുവാൻ നമുക്ക് സാധിക്കത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ കൂടെ മാത്രമേ നമുക്ക് യഹോവയെ കണ്ടുകിട്ടാൻ സാധിക്കത്തുള്ളൂ. 11:6 പറയുന്നത്, വിശ്വാസമില്ലാതെ നീ യഹോവയെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. യഹോവയുടെ അടുത്ത് വരുന്നവർ വിശ്വാസത്താൽ വരണം, എങ്കിലേ അവൻ അന്വേഷിക്കുന്നവന് പ്രതിഫലം കിട്ടത്തുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. നമ്മളെല്ലാവരും യഹോവയിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് വിശ്വാസത്തിൻ്റെ ഉറച്ച ആഴത്തിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ ജീവിക്കുന്നവരായിത്തീരുന്നവർ മാത്രമേ നമുക്ക് ഈ പറയുന്ന നമുക്ക് പ്രതിഫലം കിട്ടത്തുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കണം. മത്തായിയുടെ സുവിശേഷം, അത് മർക്കോസിൻ്റെ സുവിശേഷം 7 അധ്യായം 24 തൊട്ട് 30 വരെയുള്ളതിൽ ഈ പറയുന്ന മേളി പറഞ്ഞ ഈ മത്തായിയുടെ സുവിശേഷം 6 നമ്മൾ വായിച്ചില്ലേ, 15 അധ്യായത്തിൽ 21 തൊട്ട് 31 വരെയുള്ളത് വായിച്ചതുപോലെ തന്നെ അതിൻ്റെ മൊത്തം കാര്യങ്ങൾ അവിടെയും എഴുതപ്പെട്ടിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7 അധ്യായം 7 വാക്യത്തിലും ഇത്, നീ എന്നോട് ആവശ്യപ്പെട്ടാൽ നിനക്കത് കിട്ടും എന്നാണ് അവിടെ പറയപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 7 അധ്യായത്തിൽ നമുക്ക് പറയുന്ന ഈ പ്രകാരമാണ്. എന്താണ് പറയുന്നത്? ചോദിച്ചാൽ നിനക്ക് കിട്ടും, തിരഞ്ഞാൽ നിനക്ക് കിട്ടും, അതുപോലെ കതവ് കൊട്ടിയാൽ നിന്നെ തുറക്കപ്പെടും. ഇതാണ് പറയുന്നത്. നമ്മൾ യഹോവയോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കത് തന്നിരിക്കും. അതുപോലെ നമ്മൾ എന്തെങ്കിലും യഹോവയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ആ വാതിൽ തുറക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥനയെ കൂടെ മുട്ടിക്കൊണ്ടിരിക്കണം എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ യാക്കോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, നീ 4 അധ്യായം 10 അധ്യായത്തിൽ പറയുന്നത്, യഹോവയുടെ മുൻപിൽ താഴ്മയുള്ളവനായിത്തീരുന്നെങ്കിൽ നിൻ്റെ തല ഉയർത്തപ്പെട്ടിരിക്കും.
നീ ഉയരത്തിലേക്ക് എല്ലാവരെക്കാട്ടും ഉയർത്തപ്പെട്ടവനായിത്തീരും എന്നാണ് പറയുന്നത്. ഒരു മകൻ പിതാവിനോട് എപ്പോഴും എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ പയ്യൻ്റെ വിശ്വാസം കണ്ട് കഴിയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആ കൊച്ചിന് ആവശ്യപ്പെടുന്ന സാധനം കൊടുക്കും. അതുപോലെ തന്നെയാണ് യഹോവ നമ്മുടെ പേഷ്യൻസിനെ കണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയെ കൊണ്ട് നമ്മളെപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വിശ്വാസം നമ്മുടെ കണ്ടിട്ട് യഹോവ നമ്മൾക്ക് അത് നൽകപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു ഗ്രാമത്തിൽ ഒരു അമ്മ ഒരു രോഗിയായി കിടക്കുന്ന ഒരു കൊച്ചിനെയും കണ്ട് ഡോക്ടറുടെ അടുത്ത് പലവട്ടവും പോന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ശരിയാതെ വന്നപ്പോൾ ആ സ്ത്രീ ചർച്ചിലേക്ക് പോകുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. നിരന്തരമായിട്ട് പ്രാർത്ഥനയിൽ മുഴുകി നിന്നപ്പോൾ യഹോവ ആ സ്ത്രീയുടെ പ്രാർത്ഥന കേൾക്കുന്നു. എന്നിട്ട് ആ കുഞ്ഞിനെ പതുക്കെ സൗഖ്യമാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇത് എന്ന് പറയാൻ അപ്പോൾ ലോകർ അവരോട് ചോദിക്കുന്നു, നിനക്ക് ഈ കാര്യത്തിൽ ഇത്രയും വലിയ ആഴമായ വിശ്വാസം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അവരെ എനിക്ക് അറിയാമായിരുന്നു എൻ്റെ യഹോവ എൻ്റെ ആവശ്യങ്ങളെ ഞാൻ നിലവിളിച്ച് പറയുന്നത് അത് കേൾക്കുന്നുണ്ടെന്നുള്ള എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ഈ കനാനി സ്ത്രീയും ഇതുപോലെ തന്നെ ഉറച്ച വിശ്വാസത്തോടുകൂടി ധൈര്യത്തോടുകൂടി താഴ്മയോടുകൂടി യേശു ക്രിസ്തുവിനോട് ആവശ്യപ്പെട്ടു. ആ സ്ത്രീക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ സെർമൻ്റകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ സുവിശേഷത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, വിശ്വാസം ഒരിക്കലും തോൽവി ഉണ്ടാകുന്നില്ല, തോറ്റു പോകുന്നില്ല, വിശ്വാസം ഒരിക്കലും തോറ്റു പോകുന്നില്ല എന്നുള്ള ഒരു പ്രധാന ഘടകമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ സുവിശേഷത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ഈ സ്ത്രീ എപ്പോഴും പ്രാർത്ഥനയിൽ നിന്നതുകൊണ്ട്, താഴ്മയിൽ നിന്നതുകൊണ്ട് യഹോവയുടെ കൃപ ആശിഷം ആ സ്ത്രീ കിട്ടി. അങ്ങനെയാണ് സ്ത്രീ സൗഖ്യം പ്രാപിക്കുന്നത്. അതുപോലെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ താഴ്മയിൽ കൂടെ നമ്മൾ മറ്റുള്ളവരോട് റിപ്ലൈ കൊടുക്കണം. അതുപോലെ യേശുക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും രക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ രക്ഷയെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ദയ എന്ന് പറയുന്നത് എല്ലാ ജാതി, എല്ലാ വർഗവും, എല്ലാ നാട്ടുകാർക്കും, എല്ലാ ലോകമെമ്പാടും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ലോകമെമ്പാടും ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ ധാരാളം പേരുള്ളത്. ഏറ്റവും കൂടുതൽ എണ്ണസംഖ്യയിൽ ക്രിസ്ത്യൻസാണ് ഇന്നുള്ളത് ഭൂമിയിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് 21-ാം അധ്യായത്തിൽ നമുക്ക് 21-ാം ദിവസത്തെ ഈ ഉപവാസത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് എന്താണെന്നറിയാം, വിശ്വാസം ഒരിക്കലും തോറ്റു പോകുന്നില്ല. വിശ്വാസം പോകുന്നില്ല, നമ്മൾ വിശ്വാസം വിജയിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉപവാസത്തിൻ്റെ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിരന്തരമായ പ്രാർത്ഥന നമുക്കുണ്ടാകണം, ധൈര്യത ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഉടനടി നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും അതിൻ്റെ നമ്മുടെ യഹോവയുടെ താഴ്മയായിട്ട് നമ്മൾ ഒരാഴ്ച ഇത് ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അത് ലഭിക്കുമെന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മൾ കനാനി സ്ത്രീയുടെ വിശ്വാസത്തെ പറ്റി ആ അതിശയകരമായ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആ അതിശയകരമായ കാര്യം കണ്ടു. അപ്പോൾ ആ ഉപവാസം, ഈ ഉപവാസത്തിൽ നമുക്ക് വിശ്വാസം കൊണ്ട് യഹോവയുടെ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കിയാൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അതിശയകരമായ കാര്യങ്ങൾ ഈ ഉപവാസ സമയത്ത് നമുക്കുണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാകണം. ഈ പറഞ്ഞ ഈ വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആ കനാനി സ്ത്രീയെപ്പോൾ അതിശയകരമായ ജീവിതം നമ്മുടെ ഉണ്ടായി. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാപങ്ങളും, ഉള്ളിൽ കിടക്കുന്ന അശുദ്ധികളും, ഉള്ളിൽ കിടക്കുന്ന വക്രത ബുദ്ധിയും, ഉള്ളിൽ കിടക്കുന്ന വൈരാഗ്യ ബുദ്ധികളും, ഉള്ളിൽ കിടക്കുന്ന ക്രോധങ്ങളും, ഈ രോഗങ്ങളെല്ലാം അതിശയകരമായി പിന്മാറിപ്പോയിട്ട് നമ്മളൊരു പുതിയ ജന്മമായി മാറി പുതിയ ഒരു രൂപാന്തരപ്പെടുത്തി നമ്മുടെ ജീവിതത്തിനെ ആക്കി തീർക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഞാൻ ആവശ്യപ്പെട്ടു. ഈ നോമ്പ് സമയത്ത് നമ്മളെല്ലാവരും പരിവർത്തനം ഉണ്ടാകണമട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.